ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഇന്നും സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളെ നീങ്ങാൻ വേണ്ടിയിട്ട് ഓരോരോ ഭാവത്തിൽ ഭഗവാൻ കൃഷ്ണ കഥാമൃതമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത് ശംഖചൂടൻ, ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത് സുദർശനൻ എന്ന് ഉള്ള ഒരു വിദ്യാധരൻ്റെ കഥയാണ്. തൻ്റെ സൗന്ദര്യത്തിലും ധനത്തിലൊക്കെ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ നിന്ദിച്ച് നടന്ന അദ്ദേഹത്തിനെ മഹർഷീശ്വരന്മാരെ കാരുണ്യം കൊണ്ട് ഒരു പെരുമ്പാമ്പാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. ശാപമല്ല, എനിക്ക് അനുഗ്രഹമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഭഗവാന്റെ പാദത്തിലെത്താനായിട്ട് സാധിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുകളോ ദുരിതങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. കൂടുതൽ നമ്മുടെ അനുഭവം ഭഗവാനിലേക്കാണോ നമ്മുടെ ശ്രദ്ധ തിരിക്കണത്, അത് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. എപ്പോഴെങ്കിലും നമ്മൾ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തിയിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മഹാത്മാക്കളുടെ ഒരു കടാക്ഷം നമ്മുടെ നേരെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെയൊക്കെ ഒരു അനുഭവം വരണത്. അപ്പോൾ ആ അനുഭവത്തിനെ ഈശ്വരനോട് അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അനുഗ്രഹം തന്നെയാണ്. എത്ര വലിയ ബുദ്ധിമുട്ടും ദുഃഖമാണെങ്കിലും അത് ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹം തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ അത്യത്ഭുതമായ ലീലയാണ് കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത്. ഇന്ന് ശംഖചൂടൻ എന്ന് പറഞ്ഞ ആ ഒരു അസുരൻ്റെ കഥയാണ് നമ്മളിത് അവിടെ അനുസ്മരിക്കാൻ പോണത്. അടുത്ത ഭാഗം പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വസന്തലക്ഷ്മി വാർമുല്ലപ്പൂക്കളും ചൂടി വന്നുടൻ വൃന്ദാവനം മുഴുവനും വിലസും വെണ്ണിലാവിനാൽ ചന്ദനച്ചത്തളിച്ചങ്ങും വെയിൽ ചൂടാറ്റി നിൽക്കവേ പീലിവാർമുടിയും മുക്താവൈഡൂര്യാമണിമാലയും അണിഞ്ഞു ഗോപിമാരോടും ചേർന്നെഴുന്നള്ളിയന്തിയിൽ വിണ്ണാറ്റിൽ മേൽ കഴുകുവാൻ വന്നു താരങ്ങൾ നീന്തവേ അരുവിയിൽ കൂടി നീന്തിയിടും വെണ്ണുരച്ചാർത്തുപോലവേ രാത്രിയാം ശ്യാമള പെണ്ണിനഴകേറ്റിയിടുമാവിധം ആരോ തൊടിച്ചു മിന്നീടും ചന്ദനപ്പൊട്ടുപോലവേ സന്തപ്തമായ പാത്തട്ടിൻ നെറ്റിയിങ്കൽ കണക്കവേ പച്ചക്കർപ്പൂരമലിവാർന്നരച്ചിട്ടതുപോലവേ അന്തർദാഹമകറ്റിയിടാൻ അവനീക്കഖിലേശ്വരൻ അമ്പാലമൃതമൂട്ടിയിടും വെള്ളിത്തളിക പോലവേ വിശ്വൈകാധ്യാപകൻ വിണ്ണിൽ ചുമരിൽ കമനീയമായി കെട്ടിത്തൂക്കിയ ഭൂഗോളപ്പടമെന്നതുപോലവേ മൃഗീയതയെഴും മർത്യമനസ്സിൽ ചിത്രമീശ്വരൻ
കലാഭംഗിയോടും കാട്ടി തന്നീടുന്നത് പോലവേ തോപ്പിൻ മുടിക്കു പൊൻതൊപ്പി ചൂടിച്ച് അതിമോമനോഹരം പൊങ്ങി വന്നെങ്ങും ആഹ്ലാദം പൊഴിക്കും ചന്ദ്രമണ്ഡലം കണ്ടു കൗതൂഹലം പൂണ്ടു കൃഷ്ണനും ബലരാമനും. അങ്ങനെ ഒരിക്കലേ വസന്തം വന്നു. വസന്തം വന്നു വൃന്ദാവനം മുഴുവനും പൂക്കളെ കൊണ്ട് അലങ്കരിച്ചു. അങ്ങനെയുള്ള ആ വൃന്ദാവനത്തിൻ്റെ ഭംഗിയാണ്. അപ്പം ആ സമയത്ത് ബലരാമനും ശ്രീകൃഷ്ണനും കൂടിയിട്ട് ഗോപികമാരോട് കൂടിയിട്ട് ആ വൃന്ദാവനത്തിലേക്ക് എഴുന്നള്ളുകയാണ്. അവിടെ ഓരോന്നും അത്യത്ഭുതമായിട്ട് കവിഭാവനയിൽ സുന്ദരമായ ആ വൃന്ദാവനത്തെ വരച്ച് കാണിക്കുകയാണ്. ആടിക്കുഴയുമായർപ്പെൺമണിമാർ വാഴ്ത്തി നിൽക്കവേ ജ്യേഷ്ഠാനുജന്മാരത്യന്തം ശ്രുതിയോജിപ്പൊടെത്രയും മധുരം പാടിനാരൊപ്പം മതിഭംഗിയില്ലാവിധം സംഗീതമാധുരിയിൽ ഈ വിശ്വമാകെ ലയിക്കവേ. അപ്പോൾ ഗോപികമാര് ആ സന്തോഷത്തോടു കൂടിയിട്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ രാമനും കൃഷ്ണനും കൂടിയിട്ട് അതിമനോഹരമായിട്ട് കൃഷ്ണൻ തൻ്റെ വേണുവിൽ അതിമനോഹരമായിട്ട് വേണു ഊതുണു, രാമൻ അതിസുന്ദരമായിട്ട് പാടുണു. അങ്ങനെ പാട്ടും നൃത്തവും ഓടക്കുഴൽ നാദവും ഒക്കെ ആയിട്ട് ഭൂമി വിശ്വം മുഴുവൻ ആ അതിസുന്ദരമായിട്ടുള്ള നൃത്തരംഗത്തിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ മനോഹര ഗീതത്തിൻ മയങ്ങിപ്പോയ ഗോപികൾ തെല്ലുപോലും അറിഞ്ഞില്ല വാർകൂന്തൽ കെട്ടഴിഞ്ഞതോ ഉടുപൂഞ്ചേല കാറ്റത്തു കിഴിയുന്നത് പോലുമോ അത്തരം പരമാനന്ദം അങ്ങെങ്ങും അലതല്ലവേ. അപ്പം പറയണു തലമുടി അഴിഞ്ഞത് അറിഞ്ഞില്ല, വസ്ത്രം പറന്നുപോയത് അറിഞ്ഞില്ല എന്ന് പറയണതൊക്കെ എന്തുകൊണ്ടാണ്? ദേഹബോധമില്ലാണ്ട് അവർ കൃഷ്ണാനന്ദത്തിൽ ലയിച്ചു. ഭഗവാന്റെ വേണുഗീതം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഉള്ളിലേക്കും എത്തുന്ന ആ പരമപ്രേമത്തിൻ്റെ ആ ഒരു ഒഴുകി വരുന്ന ഓരോരുത്തരുടെ ഉള്ളിലേക്കും ഒഴുകി വരുന്ന ആ ബ്രഹ്മാനന്ദത്തിൻ്റെ ആ ഒരു അലയാണ് ശരിക്കും. അതാണ് കൃഷ്ണൻ്റെ വേണുഗീത, ആ ആനന്ദാനുഭവമാണ്. അപ്പോൾ രാമനും കൃഷ്ണനൊക്കെ പാട്ടുപാടി ഗോപികമാർ നൃത്തം ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൃഷ്ണാനുഭവത്തിൽ അലിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ശരീരബോധം പോലും മറന്നു എന്നാണ് അവിടെ പറയണത്. അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതുപോലെ വർണ്ണിക്കണമെന്നേ ഉള്ളൂ. ധനാധിപനോടോ എന്നെന്നും കൂട്ടുകെട്ടാൽ മതിച്ചവൻ പാതി പഠിപ്പാൽ ആരോടും കയർക്കുന്നവനാവിധം വിശ്വേശ്വര ലീലയെപ്പോലും പഴിക്കും ഒരു ദുർഭകൻ. വിലാ പിടിച്ചൊരാ മഹാരത്നവും ജാത്തിമൗലിയിൽ പട്ടും പുതച്ചു സിന്ദൂരപ്പൊട്ടും തൊട്ടു പലയിടവും തെണ്ടിത്തിരിഞ്ഞു നാൾ പൂക്കും മതി ലംബടനായവൻ ശംഖചൂടാഖ്യയിൽ മാത്രം പുകഴും ഗുഹ്യഗാധമൻ നേരിട്ടണഞ്ഞു ഗോപാല പെൺകിടാങ്ങളെയൊക്കെയും തന്നാഥരെ വിളിച്ചും കൊണ്ടാത്തരായി വിലപിക്കവേ തെളിച്ചാൻ പൈക്കളെ കള്ളൻ പോലാ മൃതിയടുത്തവൻ. അപ്പോൾ ഇവരെ അങ്ങനെ നൃത്തം ചെയ്ത് ആടിപ്പാടി എല്ലാം മറന്നിരിക്കുന്നു. അപ്പോൾ ആ ഈശ്വരനിൽ എല്ലാം മറന്നിരിക്കുന്ന ആ ജീവന്മാരെ ധനത്തിൽ അത്യാഗ്രഹം കൊണ്ട് ധനത്തിൻ്റെ ഗർവ് കൊണ്ട് മതിച്ചിട്ട് ഭഗവാന്റെ ലീലകളെ കൃഷ്ണനെയും ഗോപികമാരെയും അവർ ഈശ്വരനെയൊക്കെ എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനെ വിലയില്ലാത്തവൻ പഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർ തന്നെയാണ്, നമ്മുടെ ഇടയിൽ കാണുന്നവർ തന്നെയാണ് ഈശ്വര ലീലകളെ. നമ്മളിപ്പോൾ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ എന്തൊന്നാണ് ഇത്ര പറയാനുള്ളത്? എന്നും ഒരേ കഥകളല്ലേ പറയണേ, ഇതൊക്കെ നടന്നതാണോ, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണോ എന്ന് പറഞ്ഞാൽ അതിനെ അധിക്ഷേപിക്കുക. പിന്നെ അതിൽ ലയിച്ച് ഭാഗവതം കേൾക്കാനോ നാമം ജപിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അവരെ
അതിൽ നിന്നൊക്കെ വിമുഖരാക്കിയിട്ട് അവരേതാ അതിൽ നിന്നൊക്കെ ആ ഭഗവാനിൽ നിന്ന് മാറ്റുക. അങ്ങനെയുള്ളവരാണിതാ. പട്ടും പുതച്ചു സിന്ദൂരപ്പൊട്ടും തൊട്ടു പലയിടവും. കണ്ടാലെങ്ങനെയാ മഹാമാന്യനാണ് അല്ലേ, കണ്ടാൽ അത്രയും മാന്യനാണ്. പക്ഷേ ഇതാണ് ഓരോന്നും അനാവശ്യമായിട്ട് ഓരോ ദിക്കിൽ തിരിഞ്ഞ് സമയം കളയുകയാണ്. ഈശ്വരോപാസനയോ ഈശ്വരനോട് വിമുഖതയാണ്. ഭഗവാനെ പറ്റിയിട്ട് എപ്പോഴും കുറ്റേ പറയുള്ളൂ. നാമം ജപിക്കുന്നവരെ എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെതാ ഈ ഗോപികമാരെ മുഴുവനും ആ ശകചൂടൻ വന്നിട്ട് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അവരിതാ ഉറക്കെതാ ഭഗവാനെ വിളിച്ച് കരയണു. ആ സമയത്ത് പശുക്കളെ കൊള്ളയടിക്കാൻ വന്ന കള്ളനെ പോലെ ആ ഗോപികമാരെ മുഴുവനും ആ ശംഖചൂടൻ പിടിച്ചുകൊണ്ട് പോവാണ്. പെട്ടെന്ന് പേടിക്കായെന്നോതിയും കൊണ്ടുടൻ കൃഷ്ണനുമേട്ടനും കരിമ്പന പുഴക്കിക്കൊണ്ടതിവേഗത്തിൽ യക്ഷനെ പിന്തുടർന്നിടവേ പേടിച്ചായർ പെൺമണിയാർകളെ ദൂരെ വിട്ടോടിനാൻ മൂടൻ ജീവിതം മാത്രമോർപ്പവൻ കൊന്നീടും മുമ്പിലാരത്നം കൈക്കലാക്കാനൊരിത്തിരി ഓടിനാൻ നാഥനവരെ ജ്യേഷ്ഠൻ കാത്തുവിളങ്ങവേ അടുത്തു ചെന്ന മൂർഖന്റെ മണിയന്തിയ മൗലിയിൽ മുഷ്ടി കൊണ്ട് അരിശം പൂണ്ടൊന്നഞ്ഞടിച്ചാൻ മഹാപ്രഭു ശംഖചൂടനെ ഈ വണ്ണം കൊന്നു രത്നമെടുത്തുടൻ ഗോപിമാരെ വരും നോക്കി നിൽക്കേ താൻ ഏട്ടനേകിനാൻ. കണ്ണന്റെ കൂടെ ഉൾക്കാമ്പും കാട്ടിലെ എത്തിയ ഗോപികൾ കൃഷ്ണലീലകൾ പാടിത്താൻ കഴിച്ചു പകലൊക്കെയും. അപ്പം അങ്ങനൊരു കഥ. ശംഖചൂടൻ വന്നിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ പറഞ്ഞു, നിങ്ങളൊന്നും വിഷമിക്കണ്ട, കാരണം ശിരസ്സിൽ ചൂടിയ ആ മണി എന്ന് വെച്ചാൽ ആ ഒരു ശംഖചൂടൻ ഒരു മണി ശിരസ്സിൽ ചാർത്തിയിട്ടുണ്ട്, ഒരു രത്നം. അപ്പോൾ ഇവരെ ആ ഭഗവാന്റെ അടുത്തുനിന്ന് അവരെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ രാമനും കൃഷ്ണനും കൂടിയിട്ട് അദ്ദേഹത്തെ അവരുടെ ആ ശംഖചൂടനിൽ നിന്ന് രക്ഷിച്ചു. രാമനെ അവിടെ കാവല് നിർത്തിയിട്ട് കൃഷ്ണൻ ശംഖചൂടൻ്റെ പിന്നാലെ പോയിട്ട് ശംഖചൂടനെ വധിച്ചിട്ട് തലയിൽ ആ രത്നം എടുത്തു എന്ന് പറഞ്ഞാൽ ആ തലയിൽ ഞാൻ എന്നുള്ള ആ ഒരു വലിയ ഭാവം ഉണ്ടല്ലോ, അഹങ്കാരത്തിൻ്റെ ചൂടാരത്നമാണ് ധരിച്ചിരിക്കുന്നത്. ആ ജീവൻ്റെ അഹങ്കാരത്തെ നശിപ്പിച്ച് അവനെ മുക്തനാക്കി അതിൽ നിന്ന്. എന്നിട്ട് ആ ചൂടാരത്നം ആരെ ഏൽപ്പിച്ചു? ആ ബലരാമനെ ഏൽപ്പിച്ചു അല്ലേ. രത്നം ബലരാമേട്ടൻ ആരാണ്? സാക്ഷാൽ അനന്തനാണ്. അനന്തൻ്റെ ശിരസ്സിലാണ് ആ രത്നം വച്ചു കൊടുത്തത്, ഭഗവാൻ വച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു ലീലയ്ക്ക് ശേഷം ഗോപികമാർ പറയണു, കണ്ണൻ രാവിലെ കാലി മേയ്ക്കാൻ പോകുമ്പോൾ ആ ഗോപികമാർ മനസ്സുകൊണ്ട് കണ്ണൻ്റെ കൂടെ പോകണു. അപ്പോൾ മനസ്സുകൊണ്ട് കൂടെ പോകുമ്പോൾ എപ്പോഴും കൃഷ്ണൻ്റെ കഥകളെ പാടിക്കൊണ്ട് പകൽ മുഴുവനും അവിടെ വൃന്ദാവനത്തിൽ കഴിച്ചു കൂട്ടണമെന്ന് പറയാം. അന്യോന്യം അവരീ വണ്ണം ചൊല്ലി കൃഷ്ണൈക ചിത്തകൾ പരാവാർത്തകൾ അത്യന്തം മടുത്ത മധുവാണികൾ. അവർ ഗോപികമാരെ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങളോ കഥകളോ അതൊന്നും പറയാൻ നിന്നില്ല. അവർക്കെപ്പോഴും എന്തേ ഉള്ളൂ? അവർക്കെപ്പോഴും കൃഷ്ണൻ്റെ കഥകൾ പറയാനേ ഉള്ളൂ. ബാക്കി ആരോടും അവർ കൂട്ടുകൂടിയില്ല. അവർ മാത്രം പരസ്പരം ഇരുന്ന് എപ്പോഴും കൃഷ്ണകഥകൾ പറഞ്ഞു. മറ്റുള്ള വാർത്തകളൊന്നും അവർക്ക് കേൾക്കാൻ പോലും ഇഷ്ടമില്ല, മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അവർ ആ കൃഷ്ണൻ്റെ കഥകളെ മാത്രം പറഞ്ഞുകൊണ്ട് അവരുടെ ആ ജീവിതം ധന്യമാക്കിക്കൊണ്ട് സദാ കൃഷ്ണചിന്തയിലായിക്കൊണ്ട് ഗോപികമാർ അങ്ങനെ പകല് മുഴുവൻ കഴിച്ചു കൂട്ടുകയാണ്. പകലേവരുമെങ്ങെങ്ങും ബലമട്ടുല്ലസിക്കവേ നമുക്ക് ശൂന്യമായെന്നും അധരാവല്ലയോ സഖി. രാത്രിയോ പകലും നമ്മൾക്കൊക്കെയും വിപരീതമാം കൃഷ്ണ സാന്നിധ്യമാർന്നുള്ളം വിളയു വിരിഞ്ഞിടുക കാരണം. അപ്പോൾ പറഞ്ഞു, പകല് എല്ലാവരും പലവട്ടിലും ഉല്ലസിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പകലൊക്കെ വിരസതയാണ് അല്ലേ സഖി എന്ന് പറയണു. രാത്രിയാവുമ്പോഴോ, രാത്രിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. ശരിയല്ലേ? നമ്മളുടെ കഥകൾ ആലോചിച്ച് നോക്കൂ. പകല് നമുക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ഈശ്വരൻ്റെ കഥകൾ പറയാനോ
ഈശ്വരൻ്റെ കഥകൾ കേൾക്കാനോ നാമം ജപിക്കാനോ ഒന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെ സമയം കിട്ടില്ല. പക്ഷേ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ്റെ കഥകൾ കേൾക്കാനും അല്ലെ, എത്രയോ അമ്മമാരെന്നോട് പറയാറുണ്ട്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ചെവിയിൽ ആ ഇത് വച്ചിട്ട് ഞാനിത് ഇത് കേൾക്കും, ഭഗവാന്റെ കഥകൾ കേൾക്കും, സപ്താഹം കേൾക്കും. ആ ലൈവായിട്ടൊക്കെ സപ്താഹം വരുമ്പോൾ അത് കേൾക്കണം എപ്പോഴൊന്നുണ്ട്. പക്ഷേ അതിങ്ങനെ വച്ച് ചെയ്യാനുള്ള സൗകര്യം ചിലപ്പോൾ ഓഫീസിൽ ജോലിയുള്ളവരായിരിക്കാം, കുടുംബത്തിലെ അച്ഛനമ്മമാരോ മറ്റുള്ളവരോ ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും ഇതിനോട് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് വെച്ചാൽ വഴക്ക് പറയണം, പല വിധത്തിൽ ഇതിന് പ്രതിബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഗോപികമാരുടെ പോലെയാണ്, പകൽ മുഴുവനും കൃഷ്ണനെ പറ്റി ചിന്തിച്ച് ഇങ്ങനെ കഴിച്ചു കൂട്ടും. പറ്റിയില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്ത് ആരും അറിയാണ്ട് ഇതൊക്കെ എടുത്ത് ചെവിയിൽ വെച്ച് ആ കൃഷ്ണ കഥകൾ കേട്ട് കൃഷ്ണനിൽ മനസ്സ് ഈ കൃഷ്ണാനന്ദത്തിൽ മുഴുകി. അപ്പോൾ പകലിനെ രാത്രിയാക്കി, രാത്രിയെ പകലാക്കിയിട്ട് അവർ മാറ്റണം. രാത്രി മുഴുവൻ കൃഷ്ണനോടൊത്ത് കഴിയാച്ചാൽ രാത്രി മുഴുവൻ ഈശ്വര ചിന്തയിൽ നാമം ജപിച്ചുകൊണ്ട് ഉറങ്ങുമ്പോഴും മനസ്സിൽ നാമം അപ്പോഴും ഉറക്കത്തിലും ഈശ്വര ചിന്തകൾ, ഭഗവാന്റെ കഥകൾ കേട്ട് ഉറങ്ങണു, ഭഗവാന്റെ കഥകൾ കേട്ട് ഉണരണു. അങ്ങനെയുള്ളൊരവസ്ഥ അല്ലേ, നമ്മുടെയൊക്കെ ഒരവസ്ഥ തന്നെയാണ് ഇത്. രാത്രിയോ പകലും നമ്മൾക്കൊക്കെയും വിപരീതമാം കൃഷ്ണ സാന്നിധ്യമാർന്നുള്ളം വിരിഞ്ഞിടുക കാരണം. വൃന്ദാവനത്തിൽ നാം ഇപ്പോൾ ചെന്നു നോക്കുകിലോ സഖി, തൃക്കാൽ പിണച്ചതേ മട്ടിൽ നമ്മൾ തൻ പ്രാണവല്ലഭൻ പീലിക്കിരീടമുണ്ടെല്ലു ചരിച്ചാലിഞ്ചുവട്ടിലായി കാണാം ചങ്ങാതിമാരത്തു ചിരിച്ചങ്ങിനെ നിൽപ്പതായി. അതിധന്യകളാം ഓരോ പുളിന്തികൾ പലയിടവും നിന്നങ്ങിനെ നുകർന്നിടുന്നുണ്ടാവാം കൃഷ്ണമാധുരി. അപ്പം അവരിങ്ങനെ ആലോചിക്കുകയാണ്, ആ വൃന്ദാവനത്തിലെ ഇപ്പം ചെന്ന് നോക്കിയാലോ നമ്മുടെ മുമ്പിൽ നിൽക്കണ പോലെ കണ്ണൻ ആ തൃക്കാലൊക്കെ പഠിച്ച് തല ചെരിച്ച് വെച്ചിട്ട് ഉടക്കൊല ഊതിക്കൊണ്ട് ഇങ്ങനെ നിൽക്കണുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള അവിടെ കാട്ടുജാതികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അകലെ നിന്നിട്ട് അടുത്തേക്കൊക്കെ വരാനൊക്കെ അവർക്ക് മടിയാണ്. അവരകലെ നിന്നിട്ട് ഭഗവാനെ കണ്ണുകൊണ്ട് കുടിച്ച് ആ കൃഷ്ണാമൃതം ആസ്വദിക്കുന്നുണ്ടാവും എന്ന് പറയണു. വൃന്ദാവനത്തിലെങ്ങാനും ഒരു പുല്ലായി പിറക്കുവാൻ കൊതിപ്പൂ മുനിമാർ പോലും തൃക്കാൽ പൊടികളേൽക്കുവാൻ. വെറും വാക്കൽ അതിൻ തത്വം കണ്ടു നാം അന്നു രാത്രിയിൽ, ഭഗവത് സ്പർശമേൽക്കായിൽ എല്ലാം നിർജീവമൊഴിയിൽ. നമുക്കിത് അനുഭവമായതല്ലേ. ഓരോരുത്തരെന്താ പറയണേ, അവിടെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചാൽ മതി വൃന്ദാവനത്തിലെന്നതാ പ്രാർത്ഥിക്കണു, ദേവന്മാർ പോലും കൊതിക്കണു. നമുക്ക് പക്ഷേ അനുഭവമായതല്ലേ ആ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ആ ഭഗവാന്റെ ആ കാരുണ്യം, ഭഗവത് സ്പർശമേൽക്കാത്തതെല്ലാം നിർജീവമാണ്. ജീവനുണ്ടെങ്കിലും നിർജീവാവസ്ഥയാണ്. ഈശ്വരനെ പറ്റി ചിന്തിച്ചില്ല, ഈശ്വരനെ പറ്റി ഈശ്വര കഥകൾ കേൾക്കണില്ല, ഈശ്വരനാമം ജപിക്കണില്ല എന്ന് വിചാരിച്ചാൽ ജീവനുള്ളൊരു യന്ത്രം എന്ന് തോന്നും. അത് നിർജീവൻ തന്നെയാണ്. എന്തോ ഒരു യന്ത്രം ഇങ്ങനെ ചലിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ നിർജീവമാണ്. അതുകൊണ്ട് പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് അനങ്ങാൻ പറ്റാണ്ടിരിക്കുന്ന ഒരു മരമാണെങ്കിലും വേണ്ടില്ല, അത് കേട്ട ആനന്ദത്തോടു കൂടിയിട്ട് ആ പുളകം കൊള്ളുന്നുണ്ടെങ്കിൽ അത് സജീവമാണ് അല്ലേ, സചേതനാണ് അത്. മറ്റത് നിർജീവമായിട്ടിരിക്കണു. സത്യത്തിൻ ഭൂങ്കരം മുട്ടിത്തന്നെയാണല്ലയോ സഖി പ്രപഞ്ചവും സത്യമായേ വിലസിയിടുവതിയോ ഇതം. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കണതുകൊണ്ടാണ് ഈ പ്രപഞ്ചം സത്യമാണെന്ന് നമുക്ക് തോന്നണേ. ഈശ്വരൻ്റെ ആ പ്രഭാവം ഇല്ലെങ്കിൽ ഇത് സത്യമാണെന്ന് തോന്നില്ല. അത് തന്നെയാണ് ഈശ്വരൻ്റെ ചൈതന്യം എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കണത് എന്ന് പറയുന്നു. വെറും മുളതന്തുണ്ടം കൃഷ്ണന്റെ യഥരാമൃതം നുകർന്നേ ഏതൊക്കെയും മട്ടിൽ ആനന്ദിപ്പിച്ചു മഞ്ഞിനെ. ഒരു കഷ്ണം മുളയുടെ ഒരു കഷ്ണമാണ്, പക്ഷേ ഭഗവാന്റെ ആ ചുണ്ടോട് ചേർത്തപ്പോൾ ആ അധരാമൃതം പാനം ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ
എല്ലാവരെയും അത് ആനന്ദിപ്പിക്കുന്നു. അതിൻ്റെ സ്വരം കൊണ്ട് അത് എല്ലാവരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുകയാണ് ചെയ്യണത്. ചെഞ്ചുണ്ടിൽ വെച്ച് പൊന്നോടക്കുഴൽ തൻ തുളമെല്ലവേ അടച്ചു കൈവിരൽ തുമ്പാൽ തുറന്നും കൃഷ്ണനൂതവേ വിൺതട്ടിൽ വന്നുർവശിയും രമ്പയും മകുന്തളം കെട്ടാതഴിഞ്ഞു പോം പട്ടുവസ്ത്രവും താങ്ങി നിൽക്കയാം. നമ്മളും കണ്ടൊരു കാഴ്ചയാണ് അന്ന്, അല്ലേ? ആ രസത്തിൻ്റെ അടുത്ത് ഭഗവാൻ അങ്ങനെ ഉടക്കുഴൽ വിളിക്കുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നു, ആകാശത്തേക്ക് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ, മുടികെട്ടി മുടിക്കെട്ടൊന്നും കെട്ടിയിട്ടില്ല, വസ്ത്രം ഉടുക്കാൻ തുടങ്ങുകയായിരുന്നു. രമ്പയും തിലോത്തമയും ഒക്കെ കൂടിയിട്ട് അവിടെ ഇന്ദ്രൻ്റെ സദസ്സിൽ നൃത്തം വയ്ക്കാനുള്ള ഒരുക്കായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഇവിടെ ഈ വേണുഗീതം കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ അവർ അതെല്ലാം മറന്ന് അതേ പിടി ആകാശത്ത് വന്ന് ആ വേണുഗീതത്തിനെ ആസ്വദിക്കുന്നത് നമ്മളെ കണ്ണൻ കാണിച്ചു തന്നില്ലേ സഖി എന്ന് പറയണു. മന്ദസ്മിതത്താൽ വാർമിന്നൽ മുത്തുമാലയിലേറ്റിയും ആനന്ദം പെയ്തും ഈ വണ്ണം മാധവൻ കുഴലൂതവേ നൃത്തമാർന്നു മയൂരങ്ങൾ പൈക്കൽ വന്നെത്തി മുന്നിലായി ചവച്ച പുല്ലറക്കാതെ നിൽപ്പൂ ചിത്രങ്ങൾ പോലവേ മല്ലവേഷമണിഞ്ഞിടേ വിദൂരം ചെന്ന പൈക്കളെ ഗംഗ തൊട്ടാരെ എല്ലാരും ചേർന്ന് ഉറക്ക വിളിക്കവേ കാറ്റത്തുകാൽ പൊടി കൊതിച്ച് ഒഴുകിയിടാതെ ആറുകൾ കൈനീട്ടി നിൽക്കയാം പുണ്യം മറ്റൊരീ നമ്മൾ പോലവേ. അപ്പോൾ പറഞ്ഞതാ ഭഗവാൻ അതുപോലെ അവിടെ ഓടക്കുഴൽ വിളിക്കുന്നുണ്ടാവും. ആ വിളിക്കണ സമയത്ത് ആ ആനന്ദത്തോടു കൂടിയിട്ട് ആ കുഴൽ ഊതണ സമയത്ത് മയിലുകളൊക്കെ നൃത്തം വയ്ക്കുന്നുണ്ടാവും. പശുക്കൾ പകുതി തിന്നിട്ട് ആ പുല്ലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഉടക്കൽ വിളി കേൾക്കണത്. ആ പുല്ല് കടിച്ചിങ്ങനെ എടുത്ത് വായയിൽ വെച്ച് ചവച്ചിറക്കാൻ മറന്നിട്ട് ആ ഭഗവാന്റെ വേണുഗീതം ആസ്വദിച്ചു കൊണ്ട് നിൽക്കണു. ഇങ്ങനെ ചിത്രം വരച്ചതുപോലെ അനങ്ങാണ്ട് ശില പോലെ നിൽക്കണു എന്ന് പറയണു. അങ്ങനെ അകലെ പോയിട്ടുള്ള കുറേ പശുക്കള് പുല്ല് തിന്ന് അകലെ പോയിട്ടുള്ള പശുക്കളെ ഗംഗേ, കാവേരി, യമുനെ, നന്ദിനി എന്നൊക്കെ ഉടക്കുഴലിലൂടെ വിളിക്കുമ്പോൾ അവരിതാ ആ വിളി കേട്ടിട്ട് നമ്മളെങ്ങനെയാണോ ഈ കാറ്റിലൂടെ ഒഴുകിയിട്ട് അവിടേക്ക് ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിയ പോലെ കാറ്റിലൂടെ ഒഴുകി നടക്കുന്ന പൂപ്പന്താടി പോലെ പറന്ന് ഭഗവാനിലേക്ക് എത്തിയത് അതുപോലെ അവരെല്ലാവരും ഭഗവാനിലേക്ക് ഒഴുകുകയാണ്. അപ്പോൾ ആ സമയത്തോ അവിടെ ആ കാളിന്തി നദി, ആ യമുനാ നദി ഒഴുകാൻ മറന്ന് നിശ്ചലമായിട്ട് ഒരു ചിത്രം വരച്ചതുപോലെ ഒട്ടു മലകളോ അതിന് ആ വെള്ളമാണ് എന്ന് തോന്നില്ല, അതിൻ്റെ ഒരു അലയോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ഒന്നുമില്ലാണ്ട് ഒഴുകാൻ മറന്നു നിൽക്കണു, കാറ്റ് വീശാൻ മറന്നു നിൽക്കണു. കൂട്ടുകാർ വിഷ്ണുവെപ്പോലെ വാഴ്ത്തും കൃഷ്ണൻ വനങ്ങളിൽ മെയ്യുന്ന പൈക്കളെ പില്ലാങ്കുഴലൂതി വിളിക്കവേ അതോർത്തോ കോൾമയിർ കൊണ്ടു തേഞ്ചിന്നും തരുവല്ലികൾ ഫലപുഷ്പങ്ങൾ കൈക്കൊണ്ടു വണങ്ങുന്നു വിനീതരായി. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴോ അവിടെയുള്ള ആ മരങ്ങളെ അതുപോലെ ആ വല്ലികളൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞിട്ട് അവരുടെ ശരീരം മുഴുവൻ പുളകം കൊണ്ടതാണോ എന്നുള്ള നിലയ്ക്ക് ആ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ പൂത്തു ഉലയണു. മരങ്ങളാവട്ടെ ഫലങ്ങൾ എല്ലാം നിറച്ച് ഫലങ്ങളെ കൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് നിൽക്കുകയാണ് ആ ഫലങ്ങളായിക്കൊണ്ട്. കുളിച്ചുകുറി തൊട്ടുച്ചയ്ക്ക് മലർമാല കുളിച്ചു കുറി തൊട്ടുച്ചയ്ക്കു മലർമാലയണിഞ്ഞുടൻ വണ്ടിന്ധങ്കാരവും കേട്ടു വാർമണിക്കുഴലൂതവേ അരയന്നങ്ങൾ തൊട്ടുള്ള പലേ പക്ഷികൾ അത്ഭുതം അടുത്തണിഞ്ഞു മിണ്ടാതെ കണ്ണടച്ചു ഭജിക്കയാം. അതുപോലെ ഉച്ചയ്ക്ക് ആ യമുനയിലിറങ്ങി കുളിച്ച് പശുക്കളെയൊക്കെ കൊളിപ്പിച്ച് അവിടെ എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ വേണു എടുത്ത് ഊതും. ആ സമയത്ത്
അരയന്നങ്ങൾ തുടങ്ങിയിട്ടുള്ള പലതരം പക്ഷികൾ വന്നിട്ട് അവരിതാ അടുത്ത് വന്നിട്ട് ഇതാ കണ്ണടച്ച് ഭജിക്കുന്ന ആ ഋഷീശ്വരന്മാരെ പോലെ ആ ഭഗവാന്റെ വേണുഗീതത്തിൽ അലിഞ്ഞ് ആ കൃഷ്ണാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സർവപ്രപഞ്ചവും ആ കൃഷ്ണാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാവമാണ് ഇവിടെ പറയണത്. കൃഷ്ണൻ വിഘ്നമാവായ്വൻ മുകിൽ മെല്ലെ മുഴങ്ങിയും പുഷ്പം വിതറിയും പട്ടു കുടയായി വെണ്ണിൽ നിൽക്കയാം. അപ്പോൾ അതാ എന്തു ചെയ്തു? കൃഷ്ണൻ അവിടെ നിന്നിങ്ങനെ കുഴലൂതുകയാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. മരത്തിൻ്റെ ചുവട്ടിലാണെങ്കിലും സൂര്യപ്രകാശം നല്ലോണം തട്ടുണ്ട് കൃഷ്ണൻ്റെ മേത്തൊക്കെ. അപ്പം ഈ മുകിലൊക്കെ എന്ത് ചെയ്തു? പതുക്കെ ഒഴുകി വന്നിട്ട് അവരിതാ ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് മുകളിലിതാ ആ മഴമേഘം പോലെ കാർമേഘങ്ങൾ അങ്ങോട്ട് ഉരുണ്ടു കൂടിയിട്ട് ആ സൂര്യപ്രകാശത്തിന് ഭഗവാന്റെ മേത്തേക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട ചൂടിക്കുന്നത് പോലെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ പുഷ്പങ്ങൾ ഭഗവാനെ ആ പുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ട് ഭഗവാനെ തലോടുകയാണ്. ആ തണുപ്പേകിയിട്ട് ഒരു ശീതളിമ കിട്ടാൻ വേണ്ടിയിട്ട് ആ പുഷ്പങ്ങളൊക്കെ പൊഴിച്ചുകൊണ്ട് ആ പുഷ്പങ്ങളിൽ ചുറ്റും നിറഞ്ഞു കിടക്കുന്ന ആ പുഷ്പങ്ങൾ ശരീരത്തിലും ആ തലമുടിക്കെട്ടിലും ആ മടിയിലും ഒക്കെ ഭഗവാന്റെ മടിയിലൊക്കെ ആ പുഷ്പങ്ങൾ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആ മരത്തിന് ചുറ്റും വീണ് കിടക്കുന്നുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ വേണു ഊതുന്നു. ഭഗവാന്റെ ആ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം ഏൽക്കാണ്ട് മേഘങ്ങൾ അതിന് മറച്ചുകൊണ്ട് നിൽക്കണു. അങ്ങനെയുള്ള ആ ഭഗവാൻ പലേ ലീലയിലെന്നല്ല പാട്ടിലും ദേവനിന്മകൻ വിദഗ്ധൻ വേണുവിൽ തെല്ലും മനോധർമ്മങ്ങൾ കാട്ടുകിൽ ദേവകിന്നര ഗന്ധർവ ശിവബ്രഹ്മാദി സർവരും രാഗം പോലും തീർച്ചയാകാതെ ആനന്ദാകുലരാകയാം. അപ്പോൾ പറയണു എന്തൊരു ആ വേണുവിൻ്റെ ഒരു പല വിധത്തിൽ ആ വേണു ഊതണു. അങ്ങനെയുള്ള ആ വേണു ഊതണ സമയത്ത് ദേവനും കിന്നരൻ ഗന്ധർവൻ ശിവൻ ബ്രഹ്മാദി എല്ലാവരും അത് ഏത് രാഗാണെന്നൊന്നും അവർക്ക് മനസ്സിലാവണില്ല. അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ളൊരു പ്രേമരാഗം, ആനന്ദരാഗം, അത് എങ്ങനെയുള്ള ഒരു രാഗം മറ്റുള്ളവർക്കൊന്നും അറിയണില്ലാത്തൊരു രാഗം. അതാണ് ആ പരമപ്രേമത്തിൻ്റെ ആ ബ്രഹ്മാനന്ദത്തിൻ്റെ രാഗം. അത് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല. ആ ബ്രഹ്മാനന്ദത്തിൻ്റെ രാഗം, ആ രാഗം അദ്ദേഹം പൊഴിക്കുമ്പോൾ അത് എല്ലാവരിലും പ്രേമം നിറയ്ക്കുകയാണ്. ആ വിശ്വൈകനാഥൻ്റെ സച്ചിദാനന്ദത്തിൻ്റെ ആ രാഗം, അത്യത്ഭുതമായ രാഗം പൊഴിക്കുമ്പോൾ ആ ദേവാന്മാരോ കിന്നരന്മാരോ ഋഷീശ്വരന്മാരോ ആർക്കും ഇത് ഏത് രാഗാന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ഈ രാഗം എല്ലാവരെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന അത്യത്ഭുതമായ ഒരു കൃഷ്ണരാഗമാണത്. ശംഖേ ശുഭരേഖാങ്കിതം കാൽത്താർ ചൂടിച്ചും കുഴലൂതിയും പൈക്കുളമ്പഴൽ തീർത്തും കൊണ്ടാനച്ചന്തത്തി മെല്ലവേ പാൽപുഞ്ചിരി പൊഴിച്ചൊന്നു കടാക്ഷിച്ചെഴുന്നള്ളവേ കോരിത്തരിച്ചു നാമെങ്ങാണെന്നു പോലും മറക്കയാം പൈക്കതന്നടയാളത്തിൻ മണി നോക്കി മഹാമതി തോഴന്റെ ചുമലിൽ തൃക്കൈ വെച്ചു വേണുവിലൂതവേ സർവം വെടിഞ്ഞോടി വന്നു കൃഷ്ണപത്നികളുടെ വേടകൾ ഗോപിമാർ പോലെ കൃഷ്ണന്റെ അരികിൽ തന്നെ നിൽക്കയാം. അങ്ങനെതാ ആ ഭഗവാൻ തൻ്റെ ആ ചങ്ങാതിയുടെ തോളത്ത് ഒരു കൈ വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ഓടക്കുഴൽ ഓതി നിൽക്കുകയാണ്. അങ്ങനെ ആ നിൽക്കണ സമയത്ത് മാൻപേടകൾ ഓടി വന്നിട്ട് എങ്ങനെയാണോ ഗോപികമാരെ ആ രാസ നൃത്തത്തിന് വേണ്ടിയിട്ട് കണ്ണൻ്റെ ചുറ്റും വന്ന് നിറഞ്ഞത്, അതേ ഭാവത്തോടുകൂടി അതേ പ്രേമത്തിൻ്റെ നോട്ടത്തോടു കൂടിയിട്ട് മാൻപേടകളെല്ലാവരും കൃഷ്ണൻ്റെ ചുറ്റിലും വന്ന് ഞങ്ങൾക്കും ആ ഭാഗ്യം തരണേ, ആ രാസരസം ഞങ്ങൾക്കും പകർന്നു തരണേ
ഞങ്ങളുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കേണ്ടത് അവിടെ നിന്ന് തന്നെയല്ലേ, ഞങ്ങൾക്കും ആത്മാനന്ദത്തെ പ്രദാനം ചെയ്യണേ എന്ന് പറയുന്നത് പോലെ ആ മാൻപേടകൾ കണ്ണുകളെ കൊണ്ട് സംസാരിക്കുകയാണ് ഭഗവാനോട്. ആ ഭഗവാന്റെ അടുത്ത് വന്ന് നിൽക്കണം. മുല്ലപ്പൂമാലയും ചൂടി യശോദേ സഖിമാരോടും കാളിന്തിയാറ്റിങ്കരയിൽ കളിക്കും നിൻകുമാരനെ ചന്ദനത്തൂമണം പൂണ്ടാവർമണിത്തന്നൽ മെല്ലവേ വീശുന്നു വിണ്ണിൽ വിണ്ണോരും സേവിപ്പൂ അതിഗീതയാൽ കുന്നിൻ പൂമ്പട്ടുകുടയാൽ ഗോകുലം കാത്ത കേശവൻ പീലിക്കിരീടവും മുത്തുമാലയും മിന്നിയങ്ങനെ അതാ വരുന്നു വൃദ്ധന്മാർ മുമ്പിൽ തൊഴുതു നിൽക്കയാം വിയർപ്പുകൊണ്ടു മിന്നുന്നു നോക്കൂ ശ്രീമുഖമെത്രയും. അങ്ങനെ ഗോപികമാരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് യശോദ എല്ലാവരും കൂടിയിട്ട് പറഞ്ഞ് കൃഷ്ണൻ്റെ കഥകൾ ഓരോന്നും കൃഷ്ണൻ അങ്ങനെ ചെയ്യാണ്, കൃഷ്ണൻ ഇതുപോലെ ചെയ്യാണെന്ന് പറഞ്ഞ് അവരുടെ ആ കൃഷ്ണാനന്ദത്തിൽ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്നപ്പോൾ സമയം പോയത് അവരറിയണില്ല. അവരിതാ വൈകുന്നേരമായി. അപ്പം പറഞ്ഞു ആ യശോദയുടെ ആ പുത്രനെ എല്ലാവരും ആ ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാവരും വിണ്ണിലുള്ളവർ പോലും വാഴ്ത്തി സ്തുതിക്കണു. കാറ്റ് വന്നിട്ട് ചന്ദനത്തിൻ്റെ ആ മണം കൊണ്ടുവന്നിട്ട് ഭഗവാനെ അതുകൊണ്ട് വീശണു എന്നെല്ലാമുള്ളത് ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അകലേ നിന്ന് കണ്ണൻ്റെ ഓടക്കുഴൽനാഥം കേൾക്കുകയാണ്. കുന്നിൻ പൂമ്പട്ടുകുടയാൽ ഗോകുലം കാത്ത കേശവൻ പീലിക്കിരീടവും മുത്തുമാലയും മിന്നിയങ്ങിനെ അതാ വരുന്നു. അകലേന്ന് കൃഷ്ണൻ അതാ വരണു. കണ്ടോ, ആകാശത്ത് കണ്ടോ, ആ ചെമന്ന ആകാശത്ത് ആ സൂര്യപ്രഭയിൽ തട്ടി വിളങ്ങണ ആ പൊടിപടലം കണ്ടോ. പൊടിപടലത്തിനൊക്കെ ശരിക്കും ആ സ്വർണത്തിൻ്റെ തരികൾ ആകാശത്തേക്ക് പറക്കണ പോലെ അത്രയും തിളക്കം ആ മണൽ തരികളിൽ തട്ടിയിട്ട് ഉണ്ട്. അതുകൊണ്ടൊരു വലയം തീർത്ത പോലെയാണ്. കാരണം ഈ പശുക്കളുടെയൊക്കെ കുളമ്പിൽ നിന്ന് പൊടികളൊക്കെ പറന്നിട്ടേ ആകാശത്ത് അതുകൊണ്ടൊരു പ്രഭാവലയം തീർത്തു. അതിൻ്റെ ഉള്ളിൽ അല്ലേ അഗ്രേ പശ്യാമി എന്ന് പറയണ മേൽപ്പത്തൂര് ഭട്ടതിരിപ്പാട് പറയണില്ലേ, ഒരു പ്രകാശത്തിൻ്റെ ഉള്ളിൽ അകലെ കാണുന്നു എന്ന് പറഞ്ഞ പോലെ ഗോപികമാർ പറയണു. ആ പ്രകൃതി തീർത്ത ആ പ്രഭാവലയം ത്തിൻ്റെ ഉള്ളിൽ അകലെ ഭഗവാനെ കാണണു. ആ ഭഗവാൻ ആ മുത്തുമാലകളൊക്കെ ചൂടിയിട്ട് പീലിക്കിരീടൊക്കെ ചൂടിയിട്ട് ഭഗവാൻ അകലെ കാണണു. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കൂ. ആ പൊടിമണ്ണുകൾ വിയർപ്പ് കൊണ്ട് ആ മുഖത്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അതിസുന്ദരമായിട്ട് ആ വിയർപ്പ് പോലും ഭഗവാന് ആ സൗന്ദര്യം, ആ തലമുടിയുടെ ഇഴകളൊക്കെ ഇങ്ങനെ ചുരുണ്ട ഇഴകളൊക്കെ നെറ്റിയിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. കവിളത്തൊക്കെ ആ വിയർപ്പിൻ്റെ തരികൾ വിയർപ്പിനിൽ കൊണ്ടുവന്നിട്ട് മൺതരികൾ പറ്റി പിടിച്ചിട്ടുണ്ട്. അതുപോലും ഭഗവാന് സൗന്ദര്യം, പ്രകൃതി ഭഗവാനെ ഒന്നുകൂടി അണിയിച്ചൊരുക്കി എന്ന് പറയുകയാണ് ഗോപികമാര്. അപ്പോൾ വരണ സമയത്ത് വൃദ്ധന്മാർ മുന്നിൽ തൊഴുതു നിൽക്കയാം വിയർപ്പ് കൊണ്ടു മിന്നുന്നു നോക്കൂ ശ്രീമുഖമെത്രയും നമ്മൾ തൻ കൃഷ്ണനണിയും മുല്ലമാലയ്ക്കുമാമിതം ചെമ്മണ്ണ് പോലും പരമശോഭയാണല്ലയോ സഖി. നോക്കുക, മുല്ലമാലയിലൊക്കെ ചെമ്മണ്ണ് പറ്റിയിട്ട്, പക്ഷെ അതുപോലും എന്തൊരു ഭംഗിയാണ്. ഭഗവാന്റെ കഴുത്തിൽ ആ മാല, ചെമ്മണ്ണ് പറ്റിയ മാല കിടക്കുമ്പോഴും അതിന് പോലും ഭംഗി. ഭഗവാനോട് ചേർന്നപ്പോൾ എല്ലാത്തിനും ഭംഗിയായി എന്ന് പറയണു. കണ്ണിന് കൂട്ടുകാരൊത്തുകുഴലും വിളിച്ച് ആട്ടിപ്പശുക്കളെ നക്ഷത്രങ്ങളോടും പൂർണ്ണചന്ദ്രൻ എന്നതുപോലവേ കണ്ണിന് പരമാനന്ദം വർഷിച്ചിടും മഹോത്സവം ഇതാ നമുക്കടുത്തെത്തി വ്രജരാജകുമാരകൻ. ആ ഭഗവാൻ ആ പശുക്കളെയൊക്കെ മേച്ചുകൊണ്ട് ആ ഗോപന്മാരോട് കൂടിയിട്ടതാ നടന്നു വന്ന് ആ ഗോപികമാരുടെ അടുത്തെത്തി. അവരിതാ ആനന്ദം കൊണ്ട് അവർക്ക് അതുവരെ മനസ്സിൽ കണ്ട അതേ രൂപം തൻ്റെ മുമ്പിൽ അത്യത്ഭുതമായിട്ട് ഉള്ള സൗന്ദര്യത്തോടു കൂടിയിട്ട് എല്ലാം ഭഗവാനോട് ചേരുന്നതിനെല്ലാം സൗന്ദര്യം വർദ്ധിക്കുന്നത് പോലെയുള്ള അത്യന്ത സുന്ദരനായിട്ട്
ആ ഭുവനൈക സുന്ദരനായിട്ട്, ലോകൈക സുന്ദരനായിട്ട്, സച്ചിദാനന്ദ കട്ടയായിട്ട് ഭഗവാൻ മുന്നിൽ വന്ന് നിൽക്കണു. ആ ഗോപികമാർക്ക് അതൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മളുടെ മുന്നിലും ഈ കഥകളിലൂടെ ഭഗവാൻ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിലും വന്ന് നിന്ന് അത്യത്ഭുതമായ സുന്ദര രൂപം കൊണ്ട് നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മുടെ മുല്ലോർലി തേവരുടെ തിരുമുമ്പിലുള്ള നാമജപം ഇല്ലാണ്ടായതുകൊണ്ട് നാമം ജപിക്കേണ്ടത് കേൾക്കാൻ കൊതിയാവണു എന്ന് പലരും പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് നാമം കൂടി ജപിച്ചിട്ട് ഇതിവിടെ സമർപ്പിക്കാം. എല്ലാവരുടെ കൂടെ ഇരുന്ന് നാമം ജപിക്കുന്ന അതേ ഭാവത്തോടു കൂടിയിട്ട്. ഇനിയിപ്പോൾ നാളെ മുല്ലോർലി തേവരുടെ തിരുമുമ്പിൽ നാമജപാണ്. നാളെയും അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് സാധിക്കില്ല. ഭഗവാൻ അറിയില്ല എന്താണ് ഭഗവാന്റെ തീരുമാനം എന്താണോ അതുപോലെ ആവട്ടെ. നമുക്ക് നാമം ജപിച്ചുകൊണ്ട് ഇതിവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരരും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകയറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തീഞ്ചമാലാം. രന്ധ്രാൻവേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സമുദ്രമണം പ്രാവിശക്കീതകീർത്തിം. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതി സുന്ദരമന്ദഹാസം. പാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ആരോടുമുള്ളിൽ പകയേച്ചിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമതീയ ജന്മം. ശ്രീരാർപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം.